പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് ഒരിക്കൽ കൂടി ഇയാളെ ദാസനെ അനുവദിച്ചോർത്ത് യേശു രാജാവിന് നന്ദിയും സ്തുതിയും ഹൃദയവും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയ സഹോദരനെ, യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏകദേശം 4 വർഷങ്ങൾ പിന്നിടുകയാണ് എളിദാസിൻ്റെ ക്ലാസ്സുകളും യൂട്യൂബ് ചാനലുകളുമെല്ലാം. അതിൽ തന്നെ ഏറ്റവും പരമപ്രധാനവും പരമജ്ഞാനാർദ്രവുമായ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ളതാണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി നമുക്കൊരു കാര്യത്തെ 3 തലത്തിൽ ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. അത് സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഗ്രഹിക്കാനൊന്നുമില്ല, എങ്കിലും ഗ്രഹിക്കാനുള്ള വചനങ്ങളൊക്കെ കുറേയുണ്ട്. അത് പഴയ നിയമ ഗ്രന്ഥത്തെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. പ്രത്യേകിച്ചും പ്രമാണ ലംഘനങ്ങൾ, കൊല്ലരുത് എന്ന പ്രമാണം കർത്താവ് കൊടുത്തിട്ട് ഒരാളെ കൊന്നാൽ നമുക്ക് മനസ്സിലാവും ഒരാളെ കൊന്നിട്ടുണ്ട്, അപ്പം നിയമം ലംഘിച്ചു എന്ന് മനസ്സിലാവും. എന്നാൽ അത് വെളിപാട് ഗ്രന്ഥത്തിലേക്ക് വരുമ്പോൾ ദുഷ്ടാരൂപികളെ അയച്ചാണ് ഓരോ മനുഷ്യരെ കൊല്ലുന്നത്, ദുഷ്ടാത്മാക്കളെ ഉപയോഗിച്ച്. അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ സംഭവങ്ങളും ലോകത്ത് നാം കാണുന്നു, ധാരാളം കാണുന്നു, ഒരുപാട് കാണുകയാണ്. കണ്ടും കേട്ടും നമ്മളത് വല്ലാത്ത അസ്വസ്ഥത ഇരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ചാലൊന്നും ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റാത്ത വിധമായി, ധ്യാന ക്ലാസ്സുകളിൽ കൂടെ ഒന്നും നമുക്കിതിനെ വിശുദ്ധീകരിച്ച് ജനത്തെ എടുക്കാൻ പറ്റാത്ത വിധം അത്രമാത്രം അത് സഭയിലും കുടുംബത്തിലും സമൂഹത്തിലും പൈശാചിക തന്മകൾ പിടിമുറക്കുകയും ചെയ്തു. ഇത്തരുണത്തിൽ ഞാൻ നിങ്ങളൊരു വിഷയത്തെ സംബന്ധിച്ച് മൂന്ന് ലക്കമായിട്ട് 3 പാർട്ടായിട്ട് ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നാം മനുഷ്യന് അറിവിൻ്റെ തലവും ജ്ഞാനവും അതീന്ദ്രിയ ജ്ഞാനതലം അഥവാ സ്വർഗജ്ഞാനം, അതായത് ദർശനം, ദാർശനികത അല്ലെങ്കിൽ ദർശനവരം എന്നിവയെ സംബന്ധിച്ചുള്ള ക്ലാസ്സുമാണ്. അതിലേറ്റവും പരമപ്രധാനവും നമ്മൾ ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതും കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒന്നാണ് അറിവിൻ്റെ തലം. എന്താണ് ഈ അറിവ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഏകദേശം ഒരു ഉദാഹരണ സ്ഥലത്തൂടെ നിങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. ഉദാഹരണം പറഞ്ഞാൽ, യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോയി. ശിഷ്യന്മാർ ഈ പരമസത്യത്തെ നേരിട്ട് കണ്ടതുകൊണ്ട് അത് നേരിട്ട് ജനത്തെ അറിയിച്ച് യേശുവിൻ്റെ സുവിശേഷം അവർക്ക് കൊടുത്ത് യേശു പോയതുപോലെ തന്നെ വീണ്ടും തിരിച്ചു വരും, അങ്ങനെ വരുമ്പോൾ നാം ക്രിസ്തുവിൽ ആയിരിക്കണം, യേശുവിൽ വിശ്വസിക്കണം, യേശുവിൽ വിശുദ്ധി പ്രാപിക്കണം, യേശുവിൽ ഫലം ചൂടിയ മക്കളായിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ചതിന് ശേഷം പഠിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ ദൈവവചനം അഥവാ സുവിശേഷം തൻ്റെ അധരത്തിൽ നിന്ന് ജനങ്ങൾക്ക് കൊടുത്തപ്പോൾ, ജനങ്ങൾ കേട്ടപ്പോൾ അവർ അറിവിൻ്റെ തലത്തിൽ കൂടെ അല്ല വിശുദ്ധ ഗ്രന്ഥത്തിലെ ഇന്ന് എഴുതപ്പെട്ട സുവിശേഷം അപ്പോസ്തലന്മാരുടെ വായിൽ നിന്നും കേട്ടത്. നമ്മൾ അറിവിൻ്റെ തലത്തിലാണ് ഈ സുവിശേഷം ഇന്ന് ശ്രവിക്കുന്നതെങ്കിൽ അന്ന് അവർ അറിവിൻ്റെ തലത്തിലല്ല, അവർ ജ്ഞാനത്തിൻ്റെ തലത്തിലാണ് ഈ സുവിശേഷം അപ്പോസ്തലന്മാരുടെ അതിർത്തിൽ നിന്ന് നേരിട്ട് ശ്രമിച്ചത്. എന്നാൽ ഇന്നോ അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ മറ്റൊരു ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് അപ്പോസ്തലന്മാരുടെ വായിൽ നിന്നും ഈ ശക്തമായ സുവിശേഷം അവർ ശ്രവിക്കുമ്പോൾ ഇന്നത്തെ പോലെ അന്ന് ടെലിവിഷനോ മൊബൈൽ ഫോണുകളോ പത്രമാസികളോ സിനിമകളോ സീരിയലുകളോ വാഹനങ്ങളോ യന്ത്രങ്ങളോ ILTs ഒന്നുമില്ലായിരുന്നു. ആകപ്പാടെ അവർക്കുണ്ടായിരുന്നത് പിതാവായ ദൈവത്തിൻ്റെ കൽപ്പനകൾ മാത്രമായിരുന്നു. ആ പിതാവായ ദൈവത്തിൻ്റെ കൽപ്പനകളെ ആധാരമാക്കി അവർ ജീവിതത്തെ ക്രമീകരിച്ചു വെച്ചു. എന്നാലും അതിൽ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുണ്ടാവുകയും അതിൻ്റെ ഫലമായി അവർ തിന്മ ചെയ്യും, പാപത്തിൻ്റെ പ്രവൃത്തിയും കഴിഞ്ഞ് പാപത്തിൻ്റെ തലവും തിന്മയുടെ പ്രവൃത്തിയിലേക്ക് വന്നപ്പോൾ അത് വലിയ ആത്മീയ തകർച്ചയ്ക്ക് കാരണമാവുകയും അങ്ങനെ ജെറുസലേം ദേവാലയത്തിൻ്റെയൊക്കെ പതനം വരുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ പഴയ നിയമ ഗ്രന്ഥം വായിച്ചത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. എന്നാൽ ഇന്ന് നമ്മൾ അപ്പോസ്തലന്മാരുടെ വായിൽ നിന്ന് അധരം ശ്രമിക്കുന്നതിന് പകരം 2 രീതിയിൽ നമ്മൾ ദൈവവചനം, ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തെ നാം ഇന്ന് ശ്രമിക്കുമ്പോൾ, ഒന്ന് വൈദികരുടെയോ മെത്രാൻ്റെയോ വചനപ്രഘോഷകരുടെയോ അതിർത്തിൽ നിന്ന് നേരിട്ട് ശ്രമിക്കുന്നു. പക്ഷേ മറ്റൊന്ന് നമ്മൾ ശ്രമിക്കുന്നത്, നമ്മൾ അറിവിൻ്റെ തലമായ സുവിശേഷമൊക്കെ ശ്രമിക്കുന്നത്
ഒരുപക്ഷെ ടെലിവിഷൻ ആവാം, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മൊബൈൽ ഫോണിൽ നിന്നാവാം, ഇത് രണ്ടും അല്ലെങ്കിൽ അച്ചടി പ്രിൻ്റുകളിൽ നിന്നാവാം. ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾ അറിവിൻ്റെ തലത്തിൽ കൂടെ ചെന്നിട്ട് വേണം നമുക്ക് എങ്ങോട്ട് എത്തിച്ചേരാൻ? ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് എത്തിപ്പെടാൻ. അപ്പോൾ നമ്മൾ ചിന്തിക്കുമെന്ന അറിവിൻ്റെ തലത്തിൽ നമുക്ക് അറിഞ്ഞാൽ പോരെ, സുവിശേഷം അറിഞ്ഞ് ജീവിച്ചാൽ പോരെ, അങ്ങനെയാണ് സുവിശേഷം അറിഞ്ഞാൽ പോരെ, അങ്ങനെയാണ് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ പ്രിയ സഹോദരനെ, ഇവിടെ മനസ്സിലാക്കേണ്ടത്, ദൈവവചനം അപ്പസ്തോലന്മാരിൽ നിന്ന് കേട്ടപ്പോൾ അവർക്ക് ജ്ഞാനം ലഭിച്ചപ്പോൾ അവർ തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും അവർ യേശുക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും യേശുക്രിസ്തുവിൽ ഒരു ജീവിതത്തെ കെട്ടിപ്പടുക്കുകയും യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയും യേശുക്രിസ്തു കൊടുത്ത വചനങ്ങൾ അപ്പസ്തോലന്മാരിൽ നിന്ന് കേട്ട് അത് വിശ്വസിക്കുകയും അത് പ്രായോഗികതലത്തിൽ കൊണ്ടുവരികയും അതിൽ ജീവിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് നാം അറിവിൻ്റെ തലം കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ തലമായ ജ്ഞാനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, അറിവിൻ്റെ തലത്തിൽ നാം പലതും അറിഞ്ഞിട്ടുണ്ട്. ആ അറിവിൻ്റെ തലമെന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ നമ്മൾ സുവിശേഷം ശ്രവിച്ചാലും ദൈവവചനം ശ്രവിച്ചാലും വിശുദ്ധ കുർബാന കണ്ടാലും സ്വീകരിച്ചാലും ഇതെല്ലാം അറിവിൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലാണ് നമ്മളിതെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ അറിവിൻ്റെ തലത്തിലെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന എല്ലാവിധ വിശ്വാസത്തെയോ വിശുദ്ധിയോ ജ്ഞാനത്തെയോ വിവേകത്തെയോ നീതിബോധത്തെയോ സത്യസന്ധതയോ സൽബലങ്ങളെയോ ആത്മീയ ദർശനങ്ങളെയോ എല്ലാം അറിവിൻ്റെ തലത്തിലാണ് നമ്മൾ വിലയിരുത്തുന്നു, പഠിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് അറിവിൻ്റെ തലം കടന്ന് ജ്ഞാനത്തിൻ്റെ തലത്തിൽ നമുക്ക് സ്ഥിരപ്പെടാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞത്, നമ്മൾ രാവിലെ എല്ലാവരും വിശുദ്ധ ബലിക്ക് പോകുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, ഒക്കെ വരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തു ചെയ്യുന്നു? നമുക്കിഷ്ടമുള്ളതുപോലെ നമ്മൾ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ആരെങ്കിലും നമ്മുടെ വ്യക്തി ജീവിതത്തെ തടയാൻ വരുന്നുണ്ടോ? ഇല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, രാവിലെ ഞാൻ വിശുദ്ധ ബലിക്ക് പോയി, വിശുദ്ധ ബലിയൊക്കെ കഴിഞ്ഞ് വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ചു തിരിച്ച് ദേവാലയത്തിൽ വന്നു കഴിയുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്, ഞങ്ങളുടെയൊക്കെ നാടുകളിൽ ചില മലമ്പ്രദേശങ്ങളെക്കുറിച്ച് ആദിവാസി കോളനികളുണ്ട്, അവിടെ ചെന്നാൽ നല്ല മദ്യം കിട്ടും. അപ്പോൾ എനിക്ക് തോന്നി വൈകിട്ട് പോയിട്ട് ഒരു 2 ഗ്ലാസ് അടിക്കണമെന്ന് തോന്നി ഞാൻ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ രാവിലെ വിശുദ്ധ ബലി കഴിഞ്ഞതാണ്, പക്ഷേ അത് വിശുദ്ധ കുർബാന സ്വീകരിച്ചതുമാണ്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയപ്പോൾ അങ്ങനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും എനിക്കുണ്ട്. അതിന് ആരെങ്കിലും തടയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മൾ ഈ അറിവിൻ്റെ തലം ഉപയോഗിച്ച് വിശുദ്ധ ബലിയും വിശുദ്ധ കുർബാനയും കഴിഞ്ഞാലും നമ്മുടെ അറിവിൻ്റെ തലം നമ്മളെ പിടിച്ച് കെട്ടി നിർത്തുവാണ്. നമ്മുടെ കൊങ്ങായ്ക്ക് പിടിക്കുന്ന പോലെ നമ്മളെ ഒരു ബന്ധനത്തിലിട്ട് പിടിക്കുകയാണ്. ഞാൻ വിശുദ്ധ കുർബാന കഴിഞ്ഞാലും എൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിന് സഭ തടയില്ല, സർക്കാർ തടയില്ല, യേശു തടയില്ല, ദൈവം തടയില്ല, വിശുദ്ധ ഗ്രന്ഥം തടയില്ല, ആരെ കൊണ്ടും തടയാൻ പറ്റില്ല. എൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ചുള്ള ജീവിതത്തെ ഞാൻ ക്രമീകരിച്ചെടുക്കും. അപ്പോൾ രാവിലെ അറിവിൻ്റെ തലത്തിലെ നമ്മൾ വചനം ശ്രവിച്ചാൽ വൈകിട്ട് എൻ്റെ അറിവിൻ്റെ തലത്തിലെ എൻ്റെ സ്വകാര്യ ജീവിതമോ എൻ്റെ ശരീരത്തിൻ്റെ ജീവിതമോ ഞാൻ സൗകര്യം പോലെ കൊണ്ടുനടന്നു. അപ്പോൾ അതെൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ എൻ്റെ വയ്യമ്പാടുള്ള സാഹചര്യത്തെ, എൻ്റെ മധ്യാഹ്ന കാലത്തിന് ശേഷമുള്ള പശ്ചാത്തലത്തെ, എൻ്റെ ജഡസ്വാതന്ത്ര്യത്തെ തടഞ്ഞു നിർത്തുവാൻ ഈ വിശുദ്ധ ബലിക്കോ വിശുദ്ധ കുർബാനയ്ക്കോ കഴിയുന്നില്ല. അതിന് മറ്റു സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞാലോ, അവർക്കിഷ്ടമുള്ള സീരിയൽ കാണാനോ, ഇഷ്ടമുള്ള പ്രോഗ്രാമുകൾ കാണാനോ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ ഉള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അറിവിൻ്റെ തലത്തിൽ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന പശ്ചാത്തലമാണ് നാം ഇന്ന് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വ്യക്തിജീവിതം തകരുന്നതും നമ്മുടെ സഭാജീവിതം തകരുന്നതും ലോകരാഷ്ട്രങ്ങളിൽ തകർച്ച വരുന്നതും ലോകത്ത് ഇത്രമാത്രം തിന്മ വർദ്ധിക്കുന്നു. എന്നാൽ ആദിമസഭയിൽ അറിവിൻ്റെ തലമില്ല. അന്ന് ഒരറിവും അവരുടെ ഹൃദയത്തിലില്ല. അന്ന് അവർക്കൊരറിവുമില്ല. അവർക്ക് ആകെപ്പാടെ അറിയാവുന്ന അറിവ് എന്ന് പറയുന്നത് കൃഷി ചെയ്യുക, ആട് മാടുകളെ വളർത്തുക, അത് ഭക്ഷിക്കുക, കൃഷിയിൽ നിന്നും ജീവിക്കുക, അത് വിറ്റ് പണമുണ്ടാക്കണമെന്നോ അതിനുശേഷം 2 നില വാർക്ക് വീട് പണിയെന്നൊന്നും അവർക്ക് അറിവില്ല. അറിവില്ല. ദൈവവചനം ജീവിക്കുന്ന ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് അപ്പോസ്തലന്മാരുടെ ആത്മാവിൽ ശേഖരിക്കപ്പെട്ട ആ ദൈവവചനത്തിൽ അന്തർലീനമായിരിക്കുന്ന ആത്മാവിൻ്റെ നിഗൂഢശക്തിയെയും ആത്മാവ് കൊടുത്ത അഗ്നിയുടെ വിശുദ്ധിയെയും പരിശുദ്ധിയെയും അവർ നേരിട്ട് അപ്പോസ്തലന്മാരിൽ കേട്ടപ്പോൾ അവർക്കൊരു സ്റ്റെപ്പ് കുറവായിരുന്നു അറിവിൻ്റെ തലം. രണ്ടാമത്തെ തലമായ ജ്ഞാനത്തിൻ്റെ തലം അവർക്ക് എത്തിപ്പെടാൻ പറ്റി. അത് സ്വീകരിച്ചു.
അങ്ങനെ സ്വീകരിച്ചവർ പൗലോസിൻ്റെയൊക്കെ സുവിശേഷം കേട്ടപ്പോൾ എന്തു സംഭവിച്ചു? 3000-ഓളം ആളുകൾ അവനോട് ചേർന്നു. നമ്മൾ വായിക്കുന്നുണ്ട്, അപ്പോസ്തലപ്രവൃത്തി വായിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷം കേട്ട്, ഇന്നത്തെ ധ്യാനങ്ങൾ കേട്ട്, ഇന്നത്തെ സഭയിലെ ദൈവവചനം വൈദികരിൽ നിന്നോ സഭാ സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്ന ധ്യാന ഹാളിൽ നിന്നോ കേട്ടാലും, എത്ര വട്ടം കേട്ടാലും, ഏത് വ്യക്തിയിൽ നിന്ന് കേട്ടാലും 3000-ഓളം ആളുകൾ വിശുദ്ധി പ്രാപിക്കുന്നുണ്ടോ? ഒരു വിശുദ്ധിയുടെ പ്രാപിക്കലെന്ന് പറഞ്ഞാൽ അറിവിൻ്റെ തലത്തിലെ അറിവിനെ ജ്ഞാനത്തിൻ്റെ തലം ഉപയോഗിച്ച് തള്ളിക്കളയുന്നതാണ് അറിവ്. അറിവെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ലാപ്ടോപ്പ് നോക്കുക, കമ്പ്യൂട്ടർ നോക്കുക, മൊബൈലിലെ എല്ലാ കാര്യങ്ങളും അറിയുക, അത് അറിവിൻ്റെ തലമാണ്. അപ്പോൾ എൻ്റെ ജ്ഞാനദൃഷ്ടി ഉപയോഗിച്ച് എന്നോട് എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നീ കണ്ടും കേട്ടുമിരിക്കുന്ന ഈ മുമ്പിലിരിക്കുന്ന വസ്തു, അത് ലാപ്ടോപ്പ് ആയിക്കോട്ടെ, പിന്നെ ടെലിവിഷൻ ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, അത് നീ വലിച്ച് ദൂരെ എറിയണം. അത് നിൻ്റെ അറിവിൻ്റെ തലത്തിൽ നിനക്ക് ശരിയല്ല, നിനക്ക് മുന്നോട്ട് ജീവിക്കാൻ ഉപയുക്തമല്ല എന്ന് അറിവിൻ്റെ തലത്തിലെ ജ്ഞാനം നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നാം അത് മാറ്റിവെക്കുമ്പോൾ നാം അറിവിൻ്റെ തലത്തിൽ നിന്നും ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് വളർന്നു, ജ്ഞാനിയായി മാറി. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നത്, ജ്ഞാനം ചിലർ ജ്ഞാനികളായി മാറും, ജ്ഞാനികളിൽ ചിലർ വീഴുമെന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രിയ സഹോദരി, ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ്, നാം ഇത്രമാത്രം സുവിശേഷം ശ്രവിച്ചിട്ടും, ഇത്രമാത്രം വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടെ കടന്നു വന്നിട്ടും, ഇത്രമാത്രം കുമ്പസാരത്തിൽ ഏർപ്പെട്ടിട്ടും, ഇത്രമാത്രം ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടും, ഇത്രമാത്രമൊക്കെ നാം എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടും, ഏകദിന പ്രോഗ്രാമിൽ കൂടിയിട്ടും, കുമ്പസാരിച്ചിട്ടും, ധ്യാനം കൂടിയിട്ടും, ദിവസവും കുർബാന സ്വീകരിച്ചിട്ടും എനിക്കൊരിഞ്ചു പോലും അറിവിൻ്റെ തലത്തെ ഉപേക്ഷിച്ച് ജ്ഞാനത്തിൻ്റെ തലത്തേക്ക് ഇത്രയെങ്കിലും കാണാൻ പോലും സാധിക്കുന്നില്ല എങ്കിൽ നാം എത്തിച്ചേരുന്നത് എവിടെയാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തി അതിനെ എൻ്റെ ശരീരത്തിൽ സ്വാംശീകരിച്ച് അതിന് ദൃഢമായൊരു തീരുമാനമെടുക്കേണ്ട സമയമാണ് ഇത്. അല്ലെങ്കിൽ എന്തു സംഭവിക്കുമെന്ന് കൂടി ഈ അറിവിൻ്റെ തലത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു വില്ലേജിൽ 1000 ആളുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. 1000 ആളുകളുള്ളൊരു വില്ലേജ്, ഗ്രാമം. 1000-ൽ കൂടുതൽ ആളുകളില്ല. 1000 പേരും അവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? 1000 പേരും ഉപയോഗിക്കുന്നത് ചാരായമാണ് വിചാരിക്കുക. മദ്യം ഉപയോഗിക്കുന്നു. 1000 പേരും മദ്യം ഉപയോഗിക്കും. അപ്പോൾ മദ്യത്തെ ഉപേക്ഷിച്ച് മദ്യമില്ലാത്തൊരു തലത്തിലേക്ക് മാറേണ്ട അവർ മാറാതെ വർഷങ്ങളോളം, തലമുറകളോളം അതിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് വലിയൊരു പേമാരി വരുന്നത്. ഈ മദ്യം കഴിച്ചവർക്കെല്ലാം ഒരു പ്രത്യേക രീതിയിലുള്ള രോഗം വരുന്നു. 10 വർഷം 20 വർഷമൊക്കെ തുടർച്ചയായിട്ടൊരു പ്രത്യേക ചാരായം കഴിച്ചവർക്ക് ഒരു പ്രത്യേക രോഗം വരുന്നു. അവർക്ക് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ ആരൊക്കെ മദ്യമം കഴിച്ചു, വാറ്റി ചാരായം കഴിച്ചിട്ടുണ്ടോ, ആ കഴിച്ചവരെ എല്ലാം പിടികൂടുന്ന, മറ്റാർക്കും വരുന്നുമില്ല, അവരെല്ലാം പിടികൂടുന്ന ഒരു മാരക രോഗം വരുന്നു പറയുക, ചിന്തിക്കുക. അപ്പോൾ അവർക്കെല്ലാം ഇത് വരുന്നു. അവരെല്ലാവരും ആ വാറ്റി ചാരായം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെല്ലാവരും അതിൽ തന്നെ മരിക്കുന്നു. ആ 1000 പേര് മരിച്ചുപോയി എന്ന് വിചാരിക്കുക. അപ്പോൾ 1000 പേരെയും ബാധിക്കുന്ന ഒരു തിന്മയുടെ ദുഷ്ടാരൂപം അതിലുണ്ടായിരുന്നത് കൊണ്ട് അവരുടെ ശരീരത്തെല്ലാം വ്രണങ്ങൾ നിറയുകയും അവരെല്ലാവരും മരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്തു? അതിലൊരു 2 പേര് പെട്ടെന്ന് അതിൽ നിന്ന് മാറി നിൽക്കൊരു 10 ദിവസമായിട്ട് ഇതിൻ്റെ രോഗലക്ഷണം കണ്ടപ്പോൾ ഒരു 10 ദിവസമായിട്ട് വാറ്റുചാരം കഴിക്കാതെ ആ സ്ഥലത്ത് പോലും പോകാതെ 2 പേര് മാറി അവർ രക്ഷപ്പെടുന്നു. അവർക്ക് ഈ രോഗം പിടിപെട്ടുമില്ല, അവർ രക്ഷപ്പെടുകയും ചെയ്തു. പ്രിയ സഹോദരനെ, ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത്രമാത്രമൊക്കെ വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചും വചനപോഷണങ്ങൾ കേട്ടും കുംഭസാരത്തിൻ്റെ ആഴങ്ങളിലൊക്കെ ഇറങ്ങിച്ചെന്നും ചെല്ലാതെയും കണ്ണുനീരൊഴുക്കുകയും ഒഴുക്കാതെയും സുവിശേഷം കേട്ടും കേൾക്കാതെയും കുംഭസാരത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാതെയും ചെന്നും ഒക്കെയായി പരിശുദ്ധാത്മാവ് നിറയേണ്ട നമ്മൾ ഇത്രയോ വർഷങ്ങളായിട്ടും 2000 വർഷങ്ങളായിട്ടും ഈ വചനം കാലാകാലങ്ങളിൽ കേട്ടിട്ടും തൻ്റെ അറിവിൻ്റെ തലമായ പാപത്തിൻ്റെയും തിന്മയുടെയും മ്ലേച്ഛതകളുടെയും തലമായ അറിവിൻ്റെ തലത്തെ ഉപേക്ഷിച്ച് എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച്
ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് ഇത്രയെങ്കിലും കയറാൻ നീ ഉപയോഗിക്കുന്ന നിൻ്റെ വിശുദ്ധ കുർബാനയ്ക്കും നിൻ്റെ തിരുശരീരത്വങ്ങൾക്കും കർത്താവിൻ്റെ ഉപയോഗിച്ച തിരുശരീരത്വങ്ങൾക്കും എന്നെ മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ എന്നിൽ അത് എന്തായി മാറി എന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തണം. ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ എന്തു സംഭവിക്കും? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 1000 പേരെയും പിടികൂടുന്ന ഒരു വലിയ രോഗം വന്ന് ആ നാടിനെ മുഴുവനും കൊല്ലുന്നത് പോലെ ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ച നമ്മൾ പരിശുദ്ധിയുടെ തലമായ ജ്ഞാനത്തിൻ്റെ തലമായ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുന്നില്ലെങ്കിൽ ആ 1000 പേരെയും കൊന്നതുപോലെ ഈ ഇത്രയും ആളുകളെ ഒന്നിച്ച് നശിപ്പിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഇനി വരാൻ പോവുകയാണ്. അതൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും അപ്പോൾ രക്ഷപ്പെടാം. രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇപ്പം തന്നെ നമുക്കറിയാം, പുകവലിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അത് രക്ഷപ്പെടാൻ പറ്റുകയില്ല. അനേകം പുകവലിക്കുന്ന ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പോലെ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ഈ പുകവലി നിർത്തണമെന്ന്. പക്ഷേ എന്തുകൊണ്ടോ കഴിയുന്നില്ല. മദ്യപാനികൾ പറയാറുണ്ട് ഇത് നിർത്തണമെന്ന് ഒത്തിരി ആഗ്രഹിക്കാറുണ്ട്, പക്ഷേ ആ സമയമാകുമ്പോൾ ഞാൻ അതിൽ പെട്ടുപോകുന്നു, രക്ഷപ്പെടാൻ പറ്റുന്നില്ല അവർ പറഞ്ഞതിനർത്ഥം. എന്നതുപോലെ അറിവിൻ്റെ തലത്തെ പൂർണ്ണമായും തള്ളിക്കളയാൻ സമയമായി. അറിവിൻ്റെ തലത്തിൽ നിന്നുള്ള സുവിശേഷമല്ല നമുക്കാവശ്യം. അറിവിൻ്റെ തലത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല നമുക്കാവശ്യം. അറിവിൻ്റെ തലമെന്ന് പറയുന്നത് അറിവിൻ്റെ തലത്തിൽ അറിവ് മാത്രമായിട്ട് മാറുകയാണ്. അവിടെ നിന്ന് നമുക്ക് അല്പം പോലും ജ്ഞാനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ആദിമ അപ്പസ്തോലന്മാരുടെ ആദിമ ജനങ്ങൾ അപ്പസ്തോലന്മാരുടെ അതിർത്തിൽ നിന്ന് അറിവിൻ്റെ അറിവില്ലാതെ നേരിട്ട് ജ്ഞാനത്തിൻ്റെ വചനം ശ്രവിച്ചപ്പോൾ അവരെല്ലാവരും 3000 പേരൊക്കെ ഒരു ദിവസം തന്നെ രൂപാന്തരപ്പെട്ടതുപോലെ മാനസാന്തരപ്പെട്ടതുപോലെ ഇന്നൊരു വ്യക്തി പോലും നമുക്കറിയാം. നമ്മൾക്ക് വിചാരിക്കും എല്ലാവരും മാനസാന്തരപ്പെട്ട് കുർബാനകൾ സ്വീകരിച്ച് ധ്യാനമൊക്കെ കൂടി വിശുദ്ധി പ്രാപിച്ചിരിക്കുകയല്ലേ, എല്ലാവരും ഈശോയുടെ വരവിൽ നമ്മൾ എടുക്കപ്പെടും, നാം കൊണ്ടുപോകപ്പെടും, നാം രക്ഷപ്പെടുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഭാഗമൊന്നും നമ്മൾക്ക് വിശുദ്ധിക്ക് ഉപകരിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നാം ചതിക്കപ്പെടുകയോ വഞ്ചിക്കപ്പെടുകയോ തകർക്കപ്പെടുകയോ ശൂന്യമാക്കപ്പെടുകയോ ചെയ്യുന്ന പശ്ചാത്തലം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നാം തകർന്ന് തരിപ്പണമായി പോകും. അതുകൊണ്ട് പ്രിയ സഹോദരനെ, ഞാൻ നിങ്ങൾ ആവശ്യപ്പെടുകയാണ്, നമുക്ക് അറിവിൻ്റെ തലം പിന്നിട്ട് ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് മാറാം. അറിവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് വിശുദ്ധീകരണ പ്രക്രിയ നടക്കുകയില്ല. അറിവിൻ്റെ തലത്തിൽ വിശുദ്ധീകരണം നടക്കുകയില്ല. ജ്ഞാനത്തിൻ്റെ തലം മുതലാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? വിശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ധ്യാന സെൻറ്ററിൽ പോയിട്ട് 10 പേര് ധ്യാനത്തിന് സംബന്ധിച്ച് അവർ കുമ്പസാരിച്ച് പരിശുദ്ധാന സ്വീകരിച്ച് ഒരുങ്ങി വിശുദ്ധി പ്രാപിക്കുന്നു. അപ്പം തൻ്റെ അറിവിൻ്റെ തലവും തൻ്റെ പാപത്തിൻ്റെയും തിന്മയുടെയും കാലഘട്ടത്തെ ഉപേക്ഷിക്കണമെന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് അവരല്പമെങ്കിലും ജ്ഞാനത്തിലേക്ക് കയറിയതുകൊണ്ടാണ് അവരൊരുങ്ങിയത്. ആ ഒരുക്കം അവർക്ക് നിത്യരക്ഷയിലേക്കും അവിടുന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു. എന്നതുപോലെ നാം ഈ ആധുനിക കാലഘട്ടത്തിൽ ആദിമ അപ്പസ്തോലന്മാരുടെ അധരത്തിലും ശ്രമിച്ച അറിവിൻ്റെ തലവും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ആത്മീയ തല വചനപ്രഘോഷണ മേഖലയെ എവിടെ നിങ്ങൾക്ക് കിട്ടുമോ അവിടെ എത്തി നിങ്ങളത് കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്താൽ നിങ്ങൾക്കൊരു നിത്യരക്ഷ ഉറപ്പുവരും. അല്ല എങ്കിൽ അറിവിൻ്റെ തലത്തിൽ സുവിശേഷമാണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ളതെങ്കിൽ, അറിവിൻ്റെ തലത്തിലെ ജ്ഞാനമോ അറിവിൻ്റെ തലത്തിലെ സന്ദേശമോ അറിവിൻ്റെ തലത്തിലെ വിശുദ്ധ കുർബാനയോ അറിവിൻ്റെ തലത്തിലെ സഭയോ അറിവിൻ്റെ തലത്തിലെ ആത്മീയ പ്രവൃത്തിയോ മാത്രമാണ് നമ്മളിലുള്ളെങ്കിൽ അത് നമുക്ക് നിത്യതയ്ക്ക് യോഗ്യമല്ലാതായി മാറും. കാരണം ഈ അറിവിൻ്റെ തലത്തിലാണ് ഇനി ഏറ്റവും കൂടുതൽ അശുദ്ധിയും മ്ലേച്ഛതയും പാപവും തിന്മയും പൈശാചികതയും കെട്ടിക്കിടക്കുന്നു. ആ കെട്ടിക്കിടക്കുന്നതിനകത്ത് മുങ്ങി നമ്മൾ കിടക്കുന്നത്. അതുകൊണ്ടാണ് വെളിപാട് 18:3 പറഞ്ഞ് അവൾ പിശാചിക്കട വാസസ്ഥലവും അശുദ്ധവും ഭീഭത്സവുമായ സകല പക്ഷികളെയും താവളമായി. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവാചകൻ അറിവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് അവൻ മുട്ടുമടക്കാൻ പറഞ്ഞപ്പോൾ നെബൂഖദ്നേസർ രാജാവിൻ്റെ വിഗ്രഹത്തിന് മുമ്പിൽ മുട്ടുമടക്കാൻ പറഞ്ഞപ്പോൾ അറിവിൻ്റെ തലം കടന്ന് ജ്ഞാനത്തെ തലമുണ്ടായിരുന്ന ശദ്രാഖ് മെഷാഖ് അബേദ്നെഗോ എന്നീ ഈ വിശുദ്ധന്മാർ അവിടെ മുട്ടുമടക്കില്ല. കാരണം അവർ അറിവിൻ്റെ തലത്തിലല്ലായിരുന്നു ഉണ്ടായിരുന്നത്, ജ്ഞാനത്തിൻ്റെ തലത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ജ്ഞാനത്തിൻ്റെ തലത്തിലുണ്ടായിരുന്നവർ മുട്ടുമടക്കിയില്ല, ശിരസ്സ് നമിച്ചില്ല. എന്നാൽ അറിവിൻ്റെ തലവും ഈ നെബൂഖദ്നേസർ ഉണ്ടാക്കിയ ആ സ്വർണ്ണ വിഗ്രഹമാണ് ഏറ്റവും നല്ല വിഗ്രഹമെന്നും അത് രാജാവിൻ്റേതാണ്, അതുകൊണ്ട് വണങ്ങണമെന്നും അതിനകത്ത് വണങ്ങിയില്ലെങ്കിൽ കൊല്ലപ്പെട്ടാക്കാമെന്നും ഇതെല്ലാം അറിവാണെന്നും ഇത് മനസ്സിലാക്കേണ്ടതാണെന്നും ചിന്തിച്ചുകൊണ്ട് ആ പറയുന്ന രാജാവ് കേട്ടുകൊണ്ട് അവിടെ മുട്ടുമടക്കിയപ്പോൾ എന്തു സംഭവിച്ചു? അവരെല്ലാം നിത്യപാതാളത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ അവർക്കൊരു നിത്യരക്ഷ കിട്ടിയില്ല. ആ നിത്യരക്ഷയാണ് ആർക്ക് കിട്ടിയത്?
ഷദ്രാഖ്, മെഷാഖ്, അബേദ്നെഗോ ഇവർക്ക് കിട്ടിയത്. ഇതേ സംവിധാനം തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇനിയും വരാൻ പോകുന്നത്. ഈ അറിവിൻ്റെ തലത്തിലെ അറിവിൻ്റെ എല്ലാ സംഭവങ്ങളും സംവിധാനങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരുന്നതിനേക്കാൾ അതിമനോഹരമായി, ഇപ്പോൾ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി ശ്രേഷ്ഠമായി, ഇപ്പോൾ കേൾക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഇമ്പമായി, ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി സുഖസൗകര്യങ്ങളോടെ, ഇപ്പോഴുള്ള സുഖലോഭ്യതയേക്കാൾ വലിയ മനോഹരമായി, വലിയ ആഡംബരത്തിൻ്റെ അങ്ങേയറ്റത്ത് നമുക്കിതെല്ലാം ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് കുറച്ചുകൂടെ നമ്മുടെ അറിവിൻ്റെ തലം വളരും. അറിവ് വർദ്ധിക്കുകയും മനുഷ്യർ അങ്ങുമിങ്ങും ഓടി നടക്കുകയും ചെയ്യും. അത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ദാനിയേലെ അവസാന ദിവസം വരെ വചന രഹസ്യമായി സൂക്ഷിച്ച ഗ്രന്ഥത്തിന് മുദ്ര വയ്ക്കുക, അനേകർ അങ്ങുമിങ്ങും ഓടി നടക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യും. കണ്ടോ, അവിടെ ജ്ഞാനം വർദ്ധിക്കുന്നില്ല, അറിവാണ് വർദ്ധിക്കുന്നത്. അറിവെന്ന് പറഞ്ഞാൽ എന്താണ്? അറിവിൻ്റെ തലമാണ് ഇന്ന് കാണുന്ന മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാ ടെക്നോളജി സംവിധാനങ്ങളും. കണ്ണുകൊണ്ട് എന്തെല്ലാം മനുഷ്യനെ നേരിട്ട് കാണാൻ കഴിയുന്നു. റോഡ്, പാലം, വണ്ടി, വാഹനം, വിമാനം, മൊബൈൽ ഫോൺ, പത്രമാസികൾ, ഗതാഗത സൗകര്യങ്ങൾ, ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ എല്ലാം അറിവിൻ്റെ തലമാണ്. അവർ അങ്ങുമെങ്ങും ഓടി നടക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ജ്ഞാനം എന്ന ഒരു സംഭവം വേറെയുണ്ട്. ജ്ഞാനം വിശുദ്ധിയുടെ തലമാണ്. ആ വിശുദ്ധിയുടെ തലത്തേക്ക് നാം എത്തപ്പെടേണ്ടത് അവിടെ നിന്നാണ് നമുക്ക് ജ്ഞാനത്തെ ലഭിക്കുക. അറിവിൻ്റെ തലം ഉപേക്ഷിക്കപ്പെടുമ്പോൾ വന്നു ചേരുന്ന, ലഭിക്കുന്ന, കിട്ടുന്ന ഒരു സംഭവമാണ്, ഒരു സത്യമാണ് എന്ത്? ജ്ഞാനം. അതേ സംബന്ധിച്ച് നാളെ നിങ്ങൾക്ക് ജ്ഞാനം എന്താണെന്നും ജ്ഞാനം ലഭിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു അതിനെപ്പറ്റി നമുക്ക് നാളെ ചിന്തിക്കാം. ഇന്ന് നാം അറിവിൻ്റെ തലത്തെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ അറിവിൻ്റെ തലമില്ലായിരുന്ന ആദിമസഭയിലെ ജനങ്ങൾ അപ്പസ്തോലന്മാരുടെ നേരിട്ടുള്ള അതിരത്തിൽ നിന്നും കേട്ടപ്പോൾ അത് അവർക്ക് ജ്ഞാനം ലഭിച്ചെങ്കിൽ നാം അറിവിലൂടെ കയറി ചെന്ന് അറിവിനകത്തു നിന്നുകൊണ്ട് നാം സുവിശേഷം ശ്രവിച്ചാൽ അതിൻ്റെ അർത്ഥതലങ്ങളെ ഗ്രഹിക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് തെറ്റുപറ്റുന്നത് മാത്രമല്ല, നമുക്ക് ജ്ഞാനത്തിലേക്ക് വളരാൻ പറ്റുന്നത് മാത്രമല്ല, നാം യഥാർത്ഥത്തിൽ ഒരു വലിയ ആത്മീയ വിശുദ്ധീകരണം, രൂപാന്തരീകരണം നമ്മളിൽ സംഭവിക്കാത്തതിൻ്റെ ഏക കാരണവും ഇതുതന്നെയാണ്. അതുകൊണ്ട് നാം എത്രയും പെട്ടെന്ന്, കാരണം ഈ അറിവിൻ്റെ തലം നമ്മെ വലിയ ചതിയിലേക്കും വലിയ കുഴികളിലേക്കും വലിയ കെണികളിലേക്കും കൊണ്ടെത്തിക്കും. അതിനുശേഷം അവിടുന്ന് രക്ഷപ്പെടാം എന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. അത് ബുദ്ധിപൂർവ്വം ഇപ്പോൾ തന്നെ നാം ഒരുങ്ങി പ്രാർത്ഥിച്ച് ശ്രദ്ധിച്ച് ശ്രവിച്ച് അത്തരം ധ്യാന ക്ലാസ്സുകൾ കേട്ട് അത്തരം വചന സന്ദേശങ്ങൾ കേട്ട് അതിലൂടെ രക്ഷ പ്രാപിച്ചാലേ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എന്നും അറിവിൻ്റെ തലം ലഭിക്കുക, എന്നും നമുക്ക് സുവിശേഷം കിട്ടും, എന്നും നമുക്ക് ധ്യാനം കിട്ടും, എന്നും നമുക്ക് വിശുദ്ധ സഭയും ഉണ്ടാകും. പക്ഷേ എല്ലാം അറിവിൻ്റെ തലമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് യേശു പറഞ്ഞൊരു വചനം നമ്മൾ മനസ്സിലാക്കണം. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായി. ആ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സഭയ്ക്കുമൊക്കെ ഉപരിയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ സാപത്തിൻ്റെയും ദൈവമാണ്, സാപത്തിന് ആചരിക്കുന്നതിന് ഉപരിയാണ്, അതിനൊക്കെ അപ്പുറത്തേക്കാണ് എൻ്റെ ആത്മാവും എൻ്റെ വചനങ്ങളും എന്നതുപോലെ നാം ഒരു സഭയ്ക്കപ്പുറത്തേക്ക്. അതുകൊണ്ടാണ് ഒരിക്കലും എപ്പോഴും പറയാനുള്ള വചനമാണ്, നിയമജ്ഞരുടെയും പരിസരുടെയും ജ്ഞാനത്തെ നിൻ്റെ ജ്ഞാനം അതിശയിപ്പിക്കുന്നില്ലെങ്കിൽ നിനക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. എന്നാൽ നിയമജ്ഞരുടെയും പരിസരുടെയും ഉപദേശമായ പഠനമായ കത്തോലിക്ക സഭയിലെ പ്രബോധനങ്ങളും പഠനങ്ങളും അതിൻ്റെ അപ്പുറത്തേക്ക് അവിടുന്നും അപ്പുറത്തേക്ക് നാം ജ്ഞാനത്തിൻ്റെ തലവും അത് കഴിഞ്ഞിട്ട് ദർശനവരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിയുമ്പോൾ നാം ദൈവികമായിട്ടുള്ള സന്ദേശങ്ങൾ നേരിട്ടുള്ള സംസർഗത്തിലേക്ക് വരും. അതാണ് നമുക്ക് ആവശ്യവും ഇനി ആവശ്യമായിട്ടുള്ളതും. പ്രിയപ്പെട്ടവരെ, അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അങ്ങനെ നമ്മളെ എല്ലാ കേൾക്കുന്ന വചനത്തിൻ്റെ ഓരോ വചനത്തിൻ്റെ നിഗൂഢ അർത്ഥങ്ങളെ, അതിൻ്റെ അർത്ഥതലങ്ങളെ ഗ്രഹിച്ച് വചനത്തിൽ കൂടെ കയറിയിറങ്ങി വചനവുമായിട്ട് വചനം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞ കാര്യങ്ങളിലൂടെ കയറിയിറങ്ങുമ്പോഴാണ് നാം ഒരു നിത്യരക്ഷയെ സ്വന്തമാക്കുന്നത്. അല്ലാതെ അറിവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ആർക്കെങ്കിലും നിത്യരക്ഷ സ്വന്തമാക്കാമെന്ന് വിചാരിച്ചാൽ അത് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ മൗഢ്യം അതായിരിക്കും. അറിവിൻ്റെ തലം, അതായത് ഇപ്പോഴത്തെ അറിവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നാം സുവിശേഷം ശ്രവിക്കുകയോ കുമ്പസാരിക്കുകയോ കുർബാന സ്വീകരിക്കുകയോ കുർബാന കാണുകയോ പോവുകയോ ചെയ്താൽ നമുക്കൊരു നിത്യരക്ഷ സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. അത് തെളിയിച്ചുതരാം പ്രിയ സഹോദരനെ. അതിനായി നമ്മെ കർത്താവായ ഈശോനാഥൻ്റെ തിരുവചനത്തിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് എന്നിൽ, എൻ്റെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും അന്തർലീനമായി കിടക്കുന്ന നിഗൂഢ രഹസ്യങ്ങളെ, നിഗൂഢ പാപങ്ങളെ
ഞാൻ സ്വന്തമാക്കി ആരോടും പറയാൻ നിഗൂഢ പാപങ്ങളെ വലിച്ചു പുറത്തെടുത്ത് അത് യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ കത്തിച്ച് അതിനെ ചാമ്പലാക്കി വെണ്ണീറാക്കി എന്നിൽ നിന്ന് പുറത്തു കളഞ്ഞ് എൻ്റെ മനസ്സും ശരീരവും ആത്മാവും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി 1 തെസ്സലോനിക്കർ 5:23 പറഞ്ഞിരിക്കുന്ന വചനമനുസരിച്ച് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കാൻ ഇടവരട്ടെ എന്ന് കർത്താവ് പറഞ്ഞ വചനത്തിൽ എത്തിച്ചേരണം. പ്രിയപ്പെട്ടവരെ, എത്തിച്ചേർന്നേ പറ്റൂ. അല്ലാതെ ഈ പോക്കിൽ നിന്നൊന്നും ഒരു വ്യക്തി പോലും നിത്യരക്ഷയുടെ പടി ബാധിച്ചിട്ടില്ല. കാരണം യേശു ക്രിസ്തുവിൻ്റെ വരവ് മിന്നൽ പിണർ പോലെയും അഗ്നിയുടെ ഒഴുക്ക്, പ്രളയം വരുന്നത് പോലെ അഗ്നിയുടെ ഒഴുക്കുമാണ്. അവിടെ നമുക്കൊരു രക്ഷ എന്ന് പറയുന്നത് ഈ ഒരുക്കത്തിൻ്റെ വിശുദ്ധീകരണമാണ്. അതിനെ പ്രിയ സഹോദരൻ, നമ്മെ ഓരോരുത്തരെയും സർവശക്തനായ ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.